നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ചരക്ക് കപ്പലിനെ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പതാക വെച്ചിട്ടുള്ള കപ്പലല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലാണ്. അതേസമയം നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പലാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ആ കപ്പലിൽ ജോലിയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് വരുന്നൊരു കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ച ആ സമയം മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പലിനെ ആരാണോ ആക്രമിച്ചത് അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, അത് അവർ കടലിൻ്റെ അടിത്തട്ടിലാണെങ്കിലും തേടി കണ്ടുപിടിച്ച് ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം ഈ ചരക്ക് കപ്പൽ വന്നിട്ടുള്ളത് സൗദിയിൽ നിന്നാണ്. സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കടലിലെ സുരക്ഷയെപ്പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് സൗദി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഈ ഒരു സുരക്ഷ ഒരുക്കുന്നത് സൗദിയുടെയും വളരെ വലിയ ആവശ്യമാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അവരുടെ ഏറ്റവും വലിയ വ്യാപാര മേഖല എന്ന് പറയുന്നത് എണ്ണയാണല്ലോ. അതുമായി വരുന്ന കപ്പലുകളെ ആക്രമിക്കൽ തുടർന്നാൽ സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സകല പിന്തുണയും സൗദിയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സൗദി അറേബ്യയ്ക്ക് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നമ്മുടെ ഈ പൊതുസമൂഹത്തോട്, ലോകത്തുള്ള സകല രാജ്യങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് സകല ഭീകരവാദ സംഘടനകളെയും എതിർത്തുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് രംഗത്ത് വരുന്നത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നും നേരം വെളുക്കാത്ത ഒരു കൂട്ടരുള്ളത് നമ്മുടെ കേരളത്തിലെ കുറച്ച് തീവ്ര ചിന്താഗതിക്കാരാണ്. നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഒരു കപ്പലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അത് ഹൂത്തികളാണ് ചെയ്തത് എന്നറിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് ഹൂത്തി പ്രണയം തുളുമ്പുന്ന കുറെ നെറികെട്ടവന്മാർ നമ്മൾക്കിടയിലുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തകളും വളരെ ആവേശത്തോടു കൂടി കൊടുക്കുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അവരുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ വളരെ വലിയ ആഘോഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകളൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലോകത്ത് സമാധാനമുണ്ടാകാതെ ഈ യുദ്ധം അവസാനിപ്പിക്കരുത്. ഇന്ന് ലോകത്തിൻ്റെ സ്നേഹമാണ് ഹൂത്തികൾ എന്ന്, ഈ ഭീകര സംഘടനയൊക്കെ സ്നേഹമാണ് എന്നൊക്കെ എങ്ങനെയാണ് ഈ വൃത്തികെട്ടവന്മാർക്കൊക്കെ തോന്നുന്നതാ? ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയ ഫണ്ട് ചാനലൊക്കെ ഈ ഹൂത്തികൾ വലിയ സ്നേഹത്തിൻ്റെ വക്താക്കളാണ് എന്നാണല്ലോ നിരന്തരം ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീവ്ര ചിന്താഗതിക്കാരങ്ങ് ഉറപ്പിക്കുകയും ചെയ്യും ഈ ഹൂത്തികളാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞ്. ഈ വൃത്തികെട്ടവന്മാരോടൊക്കെ പറയാനുള്ളത്, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. മറ്റൊരു കമൻ്റാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ധീരന്മാരായ ഹൂത്തികളെ നേരിടാൻ ലോക പോലീസ് ചമഞ്ഞു നടക്കുന്ന അമേരിക്കയ്ക്ക് സഖ്യസേന വേണം പോലും ഹൂത്തികളിൽ ചിന്നൊക്കെ ഇട്ടുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് സഖ്യസേന വേണ്ടിയിട്ടല്ല, ലോകത്ത് സകല രാജ്യങ്ങളും ഭീകര സംഘടനകൾക്കൊക്കെ എതിരാണ്. അമേരിക്ക ഭീകര സംഘടനയെ എതിർക്കുന്ന സമയത്ത് അതിന് സപ്പോർട്ട് കൊടുത്താണ് മറ്റ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത്. അല്ലാതെ ഈ ഹൂത്തികളെ പോലെ ഭീകരവാദികളെ നേരിടാൻ അമേരിക്കയ്ക്ക് ഒരുപാട് രാജ്യങ്ങളെ ആവശ്യമുണ്ടായിട്ടല്ല. ലോകത്ത് സുബോധമുള്ള സകല രാജ്യങ്ങളും ഭീകര സംഘടനകൾക്കെതിരാണ്. ഏത് ഭീകര സംഘടന എവിടെ ഉയർന്നു വന്നാലും അവരുടെ സകല രാജ്യങ്ങളും ഒന്നിച്ച് നേരിടും. അത് ഇവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. മറ്റൊരു കമൻ്റാണ്, ലൗചിഹ്നം, കുറേ ലൗചിഹ്നമൊക്കെ ഇട്ടുകൊണ്ട്, ഞാൻ ഹൂത്തിയുടെ കൂടെയാണ്, അവർ ഗാസയ്ക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട്. അതെ, ഗാസയിലെ ഹമാസിനാണല്ലോ ഈ ഹൂത്തികൾ പിന്തുണയ്ക്കുക. ഭീകര സംഘടന മറ്റൊരു ഭീകര സംഘടനയല്ലാതെ മറ്റാരെ പിന്തുണയ്ക്കാനാണ്? ഈ പിന്തുണക്കുന്ന സകല ആളുകളും ഈ ഭീകര സംഘടനയെ അനുകൂലിക്കുന്ന ആളുകളും ഈ തീവ്ര ചിന്താഗതിക്കാർ ആരെ
പിന്നെ സപ്പോർട്ട് ചെയ്യും ഭീകരരെ അല്ലാതെ. ഈ ഭീകര സംഘടനയൊക്കെ അനുകൂലിക്കുന്ന ഇവരും തീവ്ര ചിന്താഗതിക്കാരും ഭീകര സംഘടനയൊക്കെ തന്നെ ആവും. ഇവിടെ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണ് കമൻറ്റുകളിൽ മാത്രം ഒതുക്കുന്നത്. ഇവരൊക്കെ വലിയ അപകടകാരികൾ തന്നെയാണ്. മറ്റൊരു കമൻ്റാണ്, ഹൂത്തികൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും, ചുണയും ചങ്കൂറ്റവുമുള്ള മനുഷ്യരാണവർ. കോപ്പ ചുണയും ചങ്കൂറ്റമൊക്കെ ഉള്ളത് ആർക്കാണ്? നേരിട്ട് വരുന്നവർക്കല്ലേ. ഇവരാരെ ആക്രമിക്കുന്നത്? ചരക്ക് കപ്പലിനെ. ലോകത്തുള്ള സുബോധമുള്ള സകല മനുഷ്യർക്കും അറിയാം ചരക്ക് കപ്പലുകളിൽ ആയുധമേന്തിയ ആളുകൾ ഉണ്ടാവില്ല എന്ന്. ഒരു ആയുധവും ഇല്ലാത്ത ചരക്ക് കപ്പലിനെ അല്ലേ ഇവർ നേരിടുന്നതും ഇവർ പിടിച്ചെടുക്കം ചെയ്യുന്നത്. ഇവർക്കൊക്കെ എന്ത് ചങ്കൂറ്റമാണുള്ളത്? ഒളിഞ്ഞിരുന്ന് മനുഷ്യരെ നശിപ്പിക്കുന്ന ഇവരൊക്കെ ഭീരുക്കളാണ്. ഒളിഞ്ഞിരുന്നല്ലേ. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അറബിക്കടലിലേക്കൊന്ന് വരട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ നാവികസേനയുടെ 4 യുദ്ധക്കപ്പൽ അവരെയും കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ചങ്കൂറ്റമുണ്ടെങ്കിൽ നമ്മുടെ നാവികസേനയുടെ അടുത്തേക്കൊന്ന് എത്തട്ടെ. അപ്പം മനസ്സിലാവും ഈ ഹൂത്തികളുടെയൊക്കെ ഒരു നിലവാരം എന്താണ് എന്നും ഈ ഹൂത്തികളുടെയൊക്കെ അന്ത്യം കുറിക്കുന്നതും നമുക്കൊക്കെ സന്തോഷത്തോടെ കാണുകയും ചെയ്യാമായിരുന്നു. ഇനി ഹൂത്തികളൊന്നും നമ്മുടെ സമുദ്രത്തിലേക്കൊന്നും വരില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ലോകം കണ്ട പ്രധാനപ്പെട്ടൊരു നാവികസേനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ആ നാവികസേനയാണ് ലോകം കണ്ട ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയെയും കാത്തു നിൽക്കുന്നത്. നമുക്കെന്ത് തന്നെയാലും ഒരു ഭാരതീയൻ എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കാം. ഹൂത്തി എന്ന ഭീകര സംഘടനയെ അവസാനിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം തന്നെയായിരിക്കും. ഈ കമൻ്റിട്ട ആളുകളോട് പ്രധാനമായിട്ടൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നിലവാരമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്നൊന്ന് പോയി തരണം. ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർ, ഈ രാജ്യത്തിനെ ആക്രമിക്കുന്നവരെയൊക്കെ എന്തിനാണിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരെയൊക്കെ വടിയെടുത്ത് അടിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് ഓടിക്കണം.